Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Propwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The kinetic energy of a particle executing simple harmonic motion is first option maximum at equilibrium position, B constant, അടുത്ത ഓപ്ഷൻ മിനിമം അറ്റ് എക്സ്ട്രീമസ് പൊസിഷൻസ്, അടുത്തത് 0, പിന്നെ നെഗറ്റീവ്. അപ്പൊ ഇതിന്റെ എന്താണ് കറക്റ്റ് ആൻസേഴ്സ് ആണ് നമുക്ക് കാണേണ്ടത്. അതിൽ എന്തൊക്കെയാ നോക്കാം. അപ്പൊ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്കറിയാം, രണ്ട് മാക്സിമം പോയിന്റ്സ് ഉണ്ടാവും, നടുക്കിൽ വരുന്നതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ ആണ്, എയും സിയും. ദാറ്റ് ഈസ് മാക്സിമം അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻസ്. ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുമ്പോഴാണ് കൈനറ്റിക് എനർജി വെലോസിറ്റി മാക്സിമം ആവുക. വെലോസിറ്റി മാക്സിമം ആവുക എന്ന് പറയുമ്പോൾ എന്താണ്? ഒബ്വിയസ്ലി കൈനറ്റിക് എനർജി മാക്സിമം ആണ്. സോ ഇക്വിലിബ്രിയം പൊസിഷൻ ഇങ്ങനെ ഒരു പാത്ത് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുക, ലൈക്ക് ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോഴായിരിക്കും മാക്സിമം അതിന്റെ വെലോസിറ്റി അതേപോലെ തന്നെ കൈനറ്റിക് എനർജി ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ എന്താണ് മിനിമം അറ്റ് എക്സ്ട്രീമസ് പൊസിഷൻസ്. ഈ രണ്ട് പൊസിഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ കൈനറ്റിക് എനർജി മിനിമം ആയിരിക്കും. ഇവിടെ വരെ പോയി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പൊ അവിടെ എന്താണ് കൈനറ്റിക് എനർജി മിനിമം ആയിരിക്കും. സോ ഓപ്ഷൻ എ ആൻഡ് സി, അതായത് ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. സോ അടുത്തത് മെട്രിക്സ് തന്നെയാണ്. അഗൈൻ എ ബി സി 3 മെട്രിക്സ് തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറയുന്നതാണ് എ പ്ലസ് ബി പ്ലസ് സി. ഇവിടെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് 3 എഴുതാം. ബി പ്ലസ് സി ആദ്യം നമ്മൾ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് 3 - 1 2, 7 + 1 8, 4 + 0 4, 8 + 0 8. അപ്പൊ 2 8 4 8 എന്ന് പറഞ്ഞിട്ട് ഒരു ബി പ്ലസ് സി നമുക്കൊരു മെട്രിക്സ് കിട്ടും. പിന്നെ എ പ്ലസ് ബി പ്ലസ് സി, അത് എ ആയിട്ട് ആഡ് ചെയ്യാം. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി = 3 8 6 7 ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. സോ 3 8 6 7 എന്ന് പറയുന്നത് എത്രാമത്തെയാണ്? 3 8 6 7 ഫോർത്ത് ഓപ്ഷൻ ആണ്. സോ നമ്മുടെ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? What is the relation between boil temperature, that is TB, and critical temperature TC of a gas? അപ്പോൾ ബോയിൽ ടെമ്പറേച്ചറിന്റെയും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെയും റിലേഷൻ ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അത് നമുക്കറിയാം, ബോയിൽ ടെമ്പറേച്ചർ TBയുടെ ഫോർമുല നമുക്കറിയാം, A/BR ആണ്. അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ ഫോർമുല 8A/27BR ആണ്. അപ്പൊ നമ്മൾ എന്താണ് ഈ വാല്യൂസ് ഒക്കെ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് TC = 8/27 TB എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ എന്താണ്, എന്നിട്ട് നമ്മൾ അതിന്റെ റേഷ്യോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ കിട്ടുക? TB/TC. നമുക്ക് ലൈക്ക് ജസ്റ്റ് ഇത് തമ്മിലുള്ള റിലേഷൻ ആണല്ലോ വേണ്ടത്. അപ്പൊ നമ്മൾ TB/TC, അതായത് അതിന്റെ റേഷ്യോ നമ്മൾ എടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ എന്താണ് A/BR / 8A/27BR. രണ്ടും ഡിവൈഡ് ചെയ്തു. രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 6 കട്ടായി പോകും, ബിയും കട്ടായി പോകും, എയും കട്ടായി പോകും. നമുക്ക് അവസാനം എക്സിസ്റ്റ് ചെയ്യുന്ന എന്താണ്? TB/TC = 27/8 ആണ്. സോ ഒബ്വിയസ്ലി TC = 8/27 TB. ഇതായിരിക്കും നമ്മുടെ റിലേഷൻ. സോ ഇത് എത്രാമത്തെ ഓപ്ഷൻ ആണ്? ഓപ്ഷൻ നമ്പർ 1, ദാറ്റ് ഈസ് TB = 27/8 TC എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, what will be the range of input voltage, that is VI, in which the Zener diode shown in the figure below contains? അപ്പോൾ ഇതിലൊരു Zener diode കൊടുത്തിട്ടുണ്ട് സർക്യൂട്ടിൽ. ഈ Zener diode അപ്പൊ ഈ ഇവിടെ VI ഉണ്ട്, ദാറ്റ് ഈസ് ഇൻപുട്ട് വോൾട്ടേജ്. എത്ര ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്താലാണ് ഈ Zener diode കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താണ്, നമ്മളൊരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഓപ്പൺ സർക്യൂട്ട് കൺസിഡർ ചെയ്തത് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഈ ഒരു Zener diode അക്രോസ് ഉള്ള വോൾട്ടേജ് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് VI മിനിമം, ദാറ്റ് ഈസ് മിനിമം വോൾട്ടേജ് എത്ര കൊടുക്കണം എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ VI മിനിമം ഈസ് ഗ്രേറ്റർ ദാൻ എത്രയായിരിക്കും? ഈ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുക. അതായത് VX = എത്രയാണ്? VI × 1.2K / 1.2K + 0.22K. ഓക്കെ, അപ്പം ഈ Zener ബ്രേക്ക് ഡൗൺ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ VI മിനിമം നമ്മൾ ഈ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ
ഗ്രേറ്റർ ദാൻ 23.66 വോൾട്ട് വരണം എന്നാണ് നമുക്കിതിൽ കിട്ടുന്ന ആൻസർ. ഓക്കെ, സോ അതവിടെ വയ്ക്കാം. ഇനി അതേപോലെ തന്നെ നമുക്ക് വി ഐ മാക്സിമം നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് അതിന് വേണ്ടി നമ്മൾ എന്താണ് IR കാണണം. ഓക്കെ, അപ്പൊ എന്താണ് ബേസിക്കലി ജനറൽ ഡയോഡിന്റെ ജനറൽ ഡയോഡിലൂടെ പോകുന്ന കറണ്ട് മാക്സിമം ആവുന്ന എപ്പോഴാണ്? മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന സമയത്താണ്. അപ്പൊ IR ഈസ് ഈക്വൽ ടു IZ മാക്സ് പ്ലസ് IL ആണ്. സോ IZ മാക്സ് 60 MA, ഈ വാല്യൂസ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ IR ഈസ് ഈക്വൽ ടു 76.66 മില്ലി ആംപിയർ നമുക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? VI max മൈനസ് VZ ഡിവൈഡഡ് ബൈ 0.22K ഈസ് ഈക്വൽ ടു IR എന്ന് കൊടുക്കാം. ഈ IR ന്റെ വാല്യൂ നമുക്കറിയാം 76.66 മില്ലി ആംപിയർ ആണ്. അപ്പോൾ VI max ഈസ് ഈക്വൽ ടു 36.87 വോൾട്ട് എന്ന് കിട്ടും. നമുക്ക് ഓൾറെഡി VI മിനിമം 23.66 കിട്ടി, VI മാക്സിമം 36.87 കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് നോക്കാം. 23.52 ലൈക്ക് ഓൾമോസ്റ്റ് ഇതിന് ക്ലോസ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കിയാൽ മതി. 23.52 ഇവിടെ ഉണ്ട്, പിന്നെ എന്താണ് 36.87 പകരം ഇവിടെ 36.72, ഓൾമോസ്റ്റ് ക്ലോസ് ഇതാണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ദ ഫേസ് ഈസ് എ 2-dimensional space, 1-dimensional space, 3D space or 6D space. അപ്പോൾ ഫേസ് സ്പേസ് എന്താണ്, എത്ര ഡയമെൻഷനുള്ള സ്പേസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫേസ് സ്പേസ് എന്താണ്? ബേസിക്കലി അത് മൊമെന്റം കോർഡിനേറ്റും അതേപോലെ തന്നെ പൊസിഷൻ കോർഡിനേറ്റും അടങ്ങിയിട്ടുള്ള ഒരു 6-dimensional സ്പേസ് ആണ്. സോ എന്താണ്? ദ ഫേസ് സ്പേസ് ഓഫ് എ പാർട്ടിക്കിൾ ഈസ് എ 6-dimensional സ്പേസ്. ഇറ്റ് ഹാസ് 3 axes ഫോർ മൊമെന്റം ആൻഡ് 3 ഫോർ പൊസിഷൻ. 3 ആക്സിസ് അത് മൊമെന്റത്തിനും 3 ആക്സിസ് പൊസിഷനും വേണ്ടിയിട്ടുള്ള അതിൽ കൊടുത്തിരിക്കുന്നത്. സോ ഈച്ച് പോയിന്റ്, ഈ ഒരു ഫേസ് സ്പേസിലുള്ള ഈച്ച് പോയിന്റ് എന്താണ് റെപ്രസെന്റ് ചെയ്യുക? ഒരു പാർട്ടിക്കിളിന്റെ കംപ്ലീറ്റ് സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, സോ എൻറ്റയർ ഫേസ് സ്പേസ് റെപ്രസെന്റ് ചെയ്യുന്നത് എല്ലാ പോസിബിൾ സ്റ്റേറ്റും, ഒരു പാർട്ടിക്കിളിന്റെ എല്ലാ പോസിബിൾ സ്റ്റേറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ബേസിക്കലി നമുക്ക് ഈ 3+3 സ്റ്റേറ്റ് കൂട്ടിയിട്ട് 6-dimensional സ്പേസ് ഉള്ള ഒരു കോർഡിനേറ്റ് ആണ് ഈ ഫേസ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫേസ് സ്പേസ് ഈസ് എ 6-dimensional സ്പേസ്. അത് 4th ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ആസ്, നമുക്ക് 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ സമ്മിങ് സർക്യൂട്ട്, ബി വോൾട്ടേജ് റെഗുലേറ്റർ, സി ഇന്റഗ്രേറ്റർ, ഡി ഡിഫറൻഷിയേറ്റർ, ഈ ക്ലിപ്പിംഗ് സർക്യൂട്ട്. അതിൽ നമുക്ക് 4 ഓപ്ഷൻസ് ആണ് ഇതിൽ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏതാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഒരു ഓപ്പ് ആമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മിങ് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഡിഫറൻഷിയേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഇന്റഗ്രേറ്റേഴ്സ് ആയിട്ട് 3 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ 3 ദാറ്റ് ഈസ് ACD, അതായത് സമ്മിങ് സർക്യൂട്ട്, ഇന്റഗ്രേറ്റർ, ഡിഫറൻഷിയേറ്റർ. വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, ക്ലിപ്പിംഗ് സർക്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 3 ഓപ്ഷൻസ് എയും സിയും ഡിയും ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് ബേസിക്കലി ഓപ്പ് ആംപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ ഡിവൈസസ് ആണ്. നമ്മുടെ DC ആംപ്ലിഫിക്കേഷൻസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ലീനിയർ ഡിവൈസസ് ആണ് ഈ ഓപ്പ് ആമ്പ് എന്ന് പറയുന്നത്. അത് ബേസിക്കലി ഫിൽട്ടർ ചെയ്യാനും സിഗ്നൽ കണ്ടീഷനിങ്ങിനും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഹാപ്പൻസ് ഇഫ് ദി ഇലക്ട്രോൺ സ്പിൻ ഈസ് 3/2 ഇൻസ്റ്റെഡ് ഓഫ് 1/2? നമുക്കറിയാം ഇലക്ട്രോൺസ് ഫെർമിയോൺസ് ആണ്, അതിന്റെ സ്പിൻ എന്താണ്? ഹാഫ് ഇന്റഗ്രൽ സ്പിൻ ആണ്, ദാറ്റ് ഈസ് 1/2 ആയിരിക്കും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 1/2 പകരം 3/2 ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്തിനൊക്കെയാണ്, ഈ പറഞ്ഞ എന്താണ് സംഭവിക്കുക? ഈ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ഇതിൽ ഏതാണ് സംഭവിക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും, ബോർ ലെവലാണ് ചേഞ്ച് ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് എനർജി ലെവൽസ് ഒബ്വിയസ്ലി ചേഞ്ച് ചെയ്യും. അപ്പൊ അതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്താണ്? എല്ലാ എനർജിയും, അതായത് ഇപ്പൊ ഈ 3/2 ആയി കഴിഞ്ഞാൽ എല്ലാ എനർജി ലെവൽസും എന്താണ് കൂടുതൽ, അതായത് ദ എനർജി ലെവൽസ് വുഡ് ബി ഏബിൾ ടു അക്കോമഡേറ്റ് മോർ ഇലക്ട്രോൺസ് ഡ്യൂ ടു ദ അഡീഷണൽ സ്പിൻ സ്റ്റേറ്റ്സ് അവൈലബിൾ. ഇതിലിപ്പോ അഡീഷണൽ സ്പിൻ സ്റ്റേറ്റ്സ് വന്നു നമുക്ക് 3/2 ആയപ്പോൾ. അപ്പൊ എന്താണ്? ഓരോ എനർജി ലെവലും കൂടുതൽ ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ്, ആ സ്ട്രക്ചർ കംപ്ലീറ്റ്, ആ ഷെൽ സ്ട്രക്ചറിനെ തന്നെ എന്താണ് അത് എഫക്ട് ചെയ്യും. സോ നമുക്ക് പറയാൻ പറ്റും ഈ പറയുന്ന എന്താണ് എനർജി ലെവൽസ്, അപ്പൊ ഈ പറഞ്ഞ ഓൾറെഡി ഉണ്ടായിരുന്ന ബോർ ലെവൽസ് സഫീഷ്യന്റ് അല്ലാതെ വരും. അപ്പൊ പുതിയ എനർജി ലെവൽസിന്റെ ഒരു ആവശ്യകത വരും. അപ്പൊ നമുക്ക് പറയാം ഓപ്ഷൻ 1 ദാറ്റ് ഈസ് ദ ബോർ ലെവൽസ് വിൽ ചേഞ്ച്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ,
സോ അടുത്ത് നമുക്ക് മാച്ചിങ് അതാണ് ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തന്നിട്ടുണ്ട് അത് തമ്മിൽ നമുക്ക് മാച്ച് ചെയ്യാണ് വേണ്ടത്. നമുക്ക് ഇത് നോക്കാം. അതായത് ഫസ്റ്റ് വൺ ഗ്രീൻസ് തിയറം ആണ്. സോ ഗ്രീൻസ് തിയറം എന്താണ്? ബേസിക്കലി വെക്ടേഴ്സ് ആണ്. വെക്ടേഴ്സ് ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യാം. ഓക്കെ, സോ കെപ്ലേഴ്സ് ലോ എന്താണ്? മോഷൻ ഓഫ് പ്ലാനറ്റ്സ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇതാണ് കെപ്ലേഴ്സ് ലോ. പിന്നെ ഓപ്ഷൻ സി എന്താണ്? തിയറം ഓഫ് പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ്. അതെന്താണ്? മൊമെന്റ് ഓഫ് ഇനേഷ്യ അതിൽ വരുന്നതാണ്. പിന്നെ ഡി ന്യൂട്ടൺസ് ലോ, ഒബ്വിയസ്ലി നമുക്കറിയാം ഇനേഷ്യ. സോ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് മാച്ച് ചെയ്യാം. സോ നമ്മുടെ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഹാഫ് ലൈഫ് ടി ആൻഡ് ഡീകേ കോൺസ്റ്റന്റ് ലാംഡ ഓഫ് എ റേഡിയോ ആക്റ്റീവ് എലമെന്റ്? സോ ടിയും നമുക്കിത് ഒരു ഡെറിവേഷൻ ആണ് ആക്ച്വലി. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന, നിങ്ങൾക്ക് ഇപ്പൊ ഡെറിവേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് ലൈക്ക് ഈ ഒരു ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് പറയുന്നത്. അതായത് ടി എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ലൈഫ് ആണ്. ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ഡീകേ കോൺസ്റ്റന്റ് ആണ്. സോ ടി ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് പറയുന്നതാണ് ടിയും ലാംഡയും തമ്മിലുള്ള റിലേഷൻ. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാണാൻ പറ്റും. സോ ടി ഈസ് ഈക്വൽ ടു 0.693 ബൈ ലാംഡ. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ.